ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് ട്രസ്ലെച്ചീസ് കേക്കാണ്. ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, സാൾട്ട് ഒരു പിഞ്ച്. ഇത് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. എഗ്ഗ് 2 എണ്ണം, അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് ഓയിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുക. ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പീഡിൽ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ അത് കേക്ക് പൊങ്ങി വരില്ല. ശേഷം സ്പാച്ചുല വെച്ച് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അലൂമിനിയം ഫോയിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്രഷ് ഓയിലൊന്ന് തടവി കൊടുക്കുക. മൂന്ന് ഫോയിലിലേക്കാണ് നമ്മൾ ഇതെടുത്തത്. എന്നിട്ട് ഓരോന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പോട്ടിലാണ് ഇത് ഇറക്കി വെച്ച് അടിയിൽ ഒരു റിങ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. വിപ്പിംഗ് ക്രീം 1/2 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ, നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ആവശ്യമായ ഷുഗർ പൗഡർ അതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ 3 കേക്കും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് മിൽക്ക് 1/4 കപ്പ്, കസ്റ്റാർഡ് 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അര കപ്പ് മിൽക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് കസ്റ്റാർഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഫുഡ് കളർ 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തിളച്ചതിന് ശേഷം ഒന്ന് ഇറക്കി വെക്കുക. കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക. അത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കേക്കിലേക്ക് ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ശേഷം ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കുക. ഫ്രീസ് ചെയ്ത് നന്നായി തണുത്തതിന് ശേഷം നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. 3 ബോക്സിലും അതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം പിസ്തയും റോസിൻ്റെ ഇതളും അതിൻ്റെ മുകളിലോട്ട് ഒന്ന് വിതറി കൊടുത്ത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയ ഒരു കസ്റ്റാർഡ് ട്രസ്ലെച്ചീസ് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.